ഹായ്, ഞാൻ ഡോക്ടർ ടീനു സാർ അബ്രഹാം, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, വിമല ഹോസ്പിറ്റൽ, കോട്ടയം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. ഓരോ ദിവസവും നമ്മുടെ പ്രായം കൂടി വരികയാണ്. പ്രായം കൂടുന്നതനുസരിച്ച് തന്നെ നമ്മുടെ സ്കിന്നിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും വളരെയധികം ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് സാധാരണ മെൻ്റലി നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ പ്രായം കൂടുന്ന ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ നിർത്താനോ സാധിക്കത്തില്ല. പക്ഷേ ഇതുപോലുള്ള ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധി വരെ ഈ ഏജിങ്ങിനെ നമുക്കൊന്ന് മാസ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മുടെ ഫേസിൽ വരുന്നതെന്ന് നോക്കാം. കൂടുതലായിട്ടും ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ. ഈ ചുളിവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഫേസിലുള്ള മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. അപ്പം നമ്മുടെ ഫേസിൽ നമ്മൾ ഓരോ എക്സ്പ്രഷൻസ് നമ്മുടെ ഫേസിൽ വരുമ്പം അതനുസരിച്ച് നമ്മുടെ ഫേസിലെ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചുളിവുകൾ ഉണ്ടാവാം. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ജലാംശം വളരെയധികം കുറയുന്നതനുസരിച്ച് സ്കിന്ന് വളരെയധികം ഡ്രൈ ആകുകയും അതേപോലെ തന്നെ ചുളിവുകൾ അനുഭവപ്പെടുകയും ചെയ്യാം. പിന്നെ ഉണ്ടാകുന്ന വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫാറ്റ് ലോസ് ആണ്. നമ്മുടെ ഫേസിൽ നമ്മുടെ ആ ഒരു തുടിപ്പ് ഉണ്ടാകുന്നത് ആ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ്. ഏജ് ആവുന്നതനുസരിച്ച് ആ ഫാറ്റ് ലോസും സംഭവിക്കുന്നു. ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഫേസിൽ പല ഇടങ്ങളിലും കുഴികളായിട്ട് അനുഭവപ്പെടാറുണ്ട്. കൂടുതലായിട്ടും കണ്ണിൻ്റെ അടിയിലുള്ള കുഴിവുകളാണ്. കണ്ണിൻ്റെ അടിയിൽ കുഴിവുകൾ വരുമ്പോൾ നമുക്ക് ഫേസ് ഭയങ്കര ക്ഷീണമുള്ളതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ഫേസിൻ്റെ സൈഡിലുള്ള ഏരിയാസിലും ഇതുപോലെ കുഴിവുകൾ വരാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഫേസിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ്. ഇതിനെന്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളത്? ആദ്യമായിട്ട് നമ്മളൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇത് വരാതിരിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പറയുന്നത് പേഷ്യൻ്റെ അടുത്ത്. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് അങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. രണ്ടാമതായിട്ട് എക്സസൈസ്. ഡെയിലി എക്സസൈസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. വളരെയധികം തിരക്കും ഉള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അത് കാർഡിയാക് വർക്കൗട്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വർക്കൗട്ട്സും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചേഞ്ചസ്, ഈ ഏജിങ്ങിൻ്റെ ഏറ്റവും ഒരു പുറത്തുനിന്നുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം കൊള്ളുന്നത് വഴി നമ്മുടെ ഫേസിൽ വളരെയധികം ഏജിങ് ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചസിന് പറയുന്ന പേരാണ് ഫോട്ടോ ഏജിങ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് ഡെയിലി ബേസിസിൽ നമ്മളൊരു സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതിൽ UVA റേഡിയേഷൻ, UVB റേഡിയേഷൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് റേഡിയേഷനാണ് സൺലൈറ്റിലുള്ളത്. ഇതിൽ UVA റേഡിയേഷനാണ് കൂടുതലായിട്ടും ഏജിങ്ങിൻ്റെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. UVB റേഡിയേഷൻ സ്കിൻ ക്യാൻസർ മുതലായ പല ചേഞ്ചസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു ഇന്ത്യൻ സ്കിന്നിൽ നമുക്ക് മെലനിൻ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ നമ്മുടെ സ്കിന്നിലുള്ളൊരു പിഗ്മെൻ്റാണ്. ആ മെലനിൻ ഉള്ളതുകൊണ്ട് സ്കിൻ ക്യാൻസർ റിസ്ക് വളരെയധികം കുറവാണ് കമ്പയർഡ് ടു അതർ ഈ വൈറ്റ് സ്കിന്നുള്ള ആൾക്കാരിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ നമ്മൾ പറയുന്നത് യൂഷ്വലി ഒരു UVAയും UVB പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻസ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. അതിനാണ് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിലൊരു SPF 50 മുകളിലുള്ള സൺസ്ക്രീൻസ്, അറ്റ്ലീസ്റ്റ് ഒരു SPF 30 എങ്കിലുമുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മൾ ഡെയിലി ബേസിസിൽ പേഷ്യൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ പറയുന്നത്. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ജെൽ ഫോം ഉണ്ട്, പിന്നെ നമുക്ക് ക്രീം ഫോം ഉണ്ട്, ലോഷൻ ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഓരോ ആൾക്കാരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. അത് നമ്മൾ ഡെഫിനറ്റായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന സൺസ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ വേറെ ഓപ്ഷൻസ് ഉള്ളതെന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡെർമറ്റോളജിസ്റ്റും ചെയ്തൊരു പ്രൊസീജിയറാണ്. ഇതിൽ നമ്മൾ കെമിക്കൽ പീൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൽ നമ്മൾ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ കെമിക്കൽസ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൂട്ട്സിൽ നിന്നും അതുപോലെ നാച്ചുറലി ഡിറൈവ് ചെയ്യുന്ന ആസിഡ്സ് ആണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള സൂപ്പർഫിഷ്യൽ ലെയർ എന്ന് പറയും, സ്കിന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ലെയർ പതുക്കെ ഇളകി പോവുകയോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ചെറിയ ചുളിവുകളും പാടുകളും അതുപോലെ ഈ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസും നമുക്ക്, അതായത് ചെറിയ ചെറിയ കറുത്ത പാടുകൾ വരാനുള്ള സാധ്യതയുമുണ്ട് ഏജ് ആവുന്ന അനുസരിച്ച്. മെലാസ്മ, കരിമംഗല്യം എന്നൊക്കെ പറയുന്ന പോലെ ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്.
ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെ പല ടൈപ്പ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മളൊരു ചുളിവുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്ന ഒരു CO2 ലേസർ എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ്. ഇത് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഒരു സിറ്റിംഗ് ആയിട്ടല്ല പറയുക, മൾട്ടിപ്പിൾ സിറ്റിംഗ് ആയിട്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് ഒരു ഡെയിലി ബേസിസിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ് ഇഞ്ചെക്റ്റബിൾസ്. അതിൽ കൂടുതലായിട്ടും ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ, ഫില്ലർ ഇഞ്ചെക്ഷൻ, അതുപോലെ തന്നെ ത്രെഡ് ലിഫ്റ്റ്, ഈ 3 പ്രൊസീജിയേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം നമ്മൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ബോട്ടോക്സ് ആണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് മെയിൻലി നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. മസിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിൽ ചുളിവുകൾ വരുന്നത്. നമ്മൾ ഈ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് വഴി ഈ മസിലിൻ്റെ കൺട്രാക്ഷൻ നമ്മളൊന്ന് കുറച്ച് അതിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇഫക്റ്റ് ഏകദേശം ഒരു 4 തൊട്ട് 6 മാസം വരെയാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ഒരു പ്രൊസീജിയറാണ് ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള വേറെ സംശയമാണ്, ഫില്ലേഴ്സും ബോട്ടോക്സും സെയിം ആണോ എന്നുള്ളത്. അല്ല, രണ്ടിൻ്റെയും കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ രണ്ടിൻ്റെ ആക്ഷനും ഡിഫറെൻ്റ് ആണ്. ബോട്ടോക്സ് മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുന്നു. ഫില്ലേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫാറ്റ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോളിയം ലോസ് സംഭവിക്കുകയാണ്. ആ വോളിയം ലോസ് നികത്തുന്നതിനാണ് നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു ജെൽ ടൈപ്പ്, ഒരു ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ് അതിലുള്ളത്. അത് ആ കുഴിവുകൾ നികത്താനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു ലിഫ്റ്റിംഗ് ഇഫക്റ്റും ഫില്ലേഴ്സിനുണ്ട്. ഇതിൻ്റെ ഇഫക്റ്റ് ഏകദേശം ഒരു 1.5 വർഷം വരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. മൂന്നാമത് പറഞ്ഞ പ്രൊസീജിയറാണ് ത്രെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ത്രെഡ് ലിഫ്റ്റിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പം സ്റ്റിച്ച് ഇടുമല്ലോ, ആ ഒരു മെറ്റീരിയൽ, സ്യൂച്ചർ മെറ്റീരിയൽ, അത് തന്നെയാണ് ഈ ത്രെഡിലുള്ള മെറ്റീരിയലും. പോളി ഡയോക്സനോൺ എന്ന് പറയും. ഈ ത്രെഡ്സ് നമ്മളൊരു നീഡിൽ വഴി നമ്മുടെ സ്കിന്നിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിൽ പല ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഡെർമിസ് എന്ന് പറയുന്ന ലെയറിലാണ് നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നത് വഴി ത്രെഡ് ഉള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ നീഡിൽ റിമൂവ് ചെയ്യുമ്പോൾ ആ ത്രെഡ് അവിടെ തന്നെ ഇരിക്കുന്നു. ഈ ത്രെഡ് ആ ടിഷ്യൂസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനൊരു ലിഫ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നു. അതുകൂടാതെ തന്നെ അതൊരു ഫോറിൻ ബോഡി ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു നോർമൽ നമ്മുടെ കയ്യിലൊക്കെ മുറിയുമ്പോൾ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് നടക്കുമല്ലോ, അതേപോലെ തന്നെ കൊളാജൻ ഡെപ്പോസിഷൻ സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഫേമറും സ്മൂത്തറുമായിട്ട് വരികയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ 3 പ്രൊസീജിയറും കൂടെ കമ്പൈൻ ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെർമൽ ഫില്ലേഴ്സ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എമൗണ്ട് ഓഫ് ഫില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കും. 3ഉം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും അവർക്ക് വേണ്ടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കും.